അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, പല ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പുരുഷന്മാർക്ക് വെള്ളിയുടെ മോതിരം ധരിക്കുവാൻ അനുവാദമുണ്ടോ? ഇനി ധരിക്കുകയാണെങ്കിൽ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഹ്രസ്വമായ ഒരു വിശദീകരണം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആമുഖമായി തന്നെ പറയട്ടെ, പുരുഷന്മാർക്ക് വെള്ളി ഉപയോഗിക്കുന്നതിന്, പ്രത്യേകിച്ചും വെള്ളിയുടെ മോതിരം ഉപയോഗിക്കുന്നതിന് യാതൊരു വിരോധവും നമുക്ക് ഇസ്ലാമിൽ കാണുക സാധ്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പാടില്ല എന്ന് പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണം. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. നബിയെ പറയുക, തൻ്റെ അടിമകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള അലങ്കാരങ്ങളെ, വിശിഷ്ടമായ വസ്തുക്കളെ, ഭക്ഷണത്തെയൊക്കെ ആർക്കാണ് നിഷിദ്ധമാക്കാനുള്ള അധികാരമുള്ളത്? എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ അലങ്കാരങ്ങൾ, നല്ലത്, അതൊക്കെ ആർക്കാണ് നിഷിദ്ധമാക്കാൻ സാധിക്കുന്നത്? അതെല്ലാം അല്ലാഹു അടിമകൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭൂമിയിലുള്ള അലങ്കാരങ്ങൾ, നന്മകൾ എല്ലാം നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. എന്നാൽ അതിൽ നിന്ന് പ്രവാചകൻ ഏതെങ്കിലും ഒന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വിലക്കപ്പെട്ടത് മാത്രം നമ്മൾ ഉപേക്ഷിച്ചാൽ മതി. അതിൽപ്പെട്ടതാണ് പുരുഷന്മാർ സ്വർണം ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ മോതിരവും അവർക്ക് പാടില്ല, സ്വർണത്തിൻ്റെ മറ്റു ആഭരണങ്ങളോ ഒന്നും തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ്. എന്നാൽ വെള്ളിയുടെ വിഷയത്തിൽ ഈ ഒരു വിലക്ക് വന്നിട്ടില്ല. വെള്ളി പുരുഷന്മാർ ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്, ആ ഹദീസുകൾ ഉദ്ധരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയുടെ മോതിരം ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സ്വഹാബികൾ പലരും വെള്ളിയുടെ മോതിരം ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടില്ല. അപ്പോൾ വെള്ളിയുടെ മോതിരം ധരിക്കുവാൻ പുരുഷന്മാർക്ക് അനുവാദമുണ്ട്. അതിൽ പ്രത്യേകിച്ച് വിലക്ക് വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, വെള്ളിയുടെ മോതിരം അനുവദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, എങ്കിൽ പിന്നെ വെള്ളിയുടെ മറ്റു ആഭരണങ്ങൾ, വള, അതേപോലെ തന്നെ കഴുത്തിൽ മാലയിടുക, ഇതൊക്കെ പുരുഷന്മാർക്ക് അനുവദനീയമാണോ? കാരണം വെള്ളി അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ആളുകൾ കഴുത്തിൽ ചങ്ങലയായി വെള്ളി ഉപയോഗിക്കുന്നത് കാണാം, കൈകളിൽ വള പോലെ, ബ്രേസ്ലെറ്റ് പോലെയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് കാണാം. ഇത് അനുവദനീയമാണോ? ഇത് പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോതിരം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. മറ്റു വളകളോ മാലകളോ അള്ളാഹുവിൻ്റെ റസൂൽ ധരിച്ചിട്ടില്ല, സ്വഹാബികൾ ആരും ധരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, വള ധരിക്കുക, അതേപോലെ തന്നെ കാതിൽ ആഭരണം ധരിക്കുക, കഴുത്തിൽ മാല അണിയുക, ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള അവരുടെ പ്രത്യേകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ സ്ത്രീകളെ അനുകരിക്കുവാൻ പാടില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലഅനല്ലാഹു അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിൻ നിസാ വലഅനല്ലാഹുൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർ റിജാൽ. പുരുഷനെപ്പോലെ അനുകരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളെ അനുകരിക്കുന്ന പുരുഷന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അപ്പോൾ മോതിരം എന്നുള്ളത് പുരുഷന്മാരും സ്ത്രീകളും പൊതുവെ വളരെ മുമ്പ് തന്നെ ഉപയോഗിക്കുന്നതാണ്. ശറഇൽ അതിന് വിലക്കില്ല. അതെങ്ങനെ മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരം ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പുരുഷന്മാർക്കും അനുവദനീയമാണ് എന്ന് വ്യക്തമായി. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വെള്ളി ഉപയോഗിക്കാമായിരുന്നിട്ടും വെള്ളിയുടെ മാലയോ അതേപോലെ തന്നെ വെള്ളിയുടെ വളകളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടില്ല. അത് സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള ആഭരണ രീതിയാണ്. അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് വളകളോ
മാലയോ അതേപോലെയുള്ളത് ഒഴിവാക്കുക. മറിച്ച് അവർക്ക് വെള്ളിയുടെ മോതിരം ധരിക്കാവുന്നതാണ്. ഇനി മോതിരത്തിൽ വല്ലതും എഴുതുന്നതിൽ വിരോധമുണ്ടോ? അള്ളാഹുവിൻ്റെ നാമങ്ങളോ തൻ്റെ പേരോ അതേപോലെയുള്ളത് എഴുതുന്നതിൽ വിരോധമുണ്ടോ? വിരോധമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വഹാബികൾ അവരുടെ മോതിരത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും അതേപോലെ തന്നെ ചില ആശയങ്ങളുമെല്ലാം എഴുതി വച്ചിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ പല ഉലമാക്കളും പറഞ്ഞു, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ എഴുതപ്പെട്ട മോതിരവുമായി നിങ്ങൾ ടോയ്ലറ്റിലും മറ്റും പോകുന്നത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ, മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശുദ്ധീകരിക്കുന്ന സന്ദർഭത്തിലോ അതേപോലെയുള്ള സ്ഥലങ്ങളിലോ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ നാമങ്ങൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല ആശയങ്ങൾ എഴുതിയിട്ടുള്ള രൂപത്തിലുള്ള മോതിരങ്ങൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. അതെല്ലാം അഴിച്ചു വെച്ചുകൊണ്ട് വേണം ടോയ്ലറ്റുകളിലും മറ്റും പോകുവാൻ. അതിന് സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ മോതിരത്തിൽ അങ്ങനെ എഴുതാതിരിക്കലാണ് ഖൈർ. എന്നാൽ അതല്ലാത്ത നിലക്ക് എഴുതുന്നതിൽ വിരോധമില്ല. സ്വഹാബികളും താബീങ്ങളുമൊക്കെ അങ്ങനെ മോതിരത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും മറ്റു ചില ആശയങ്ങളുമെല്ലാം എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പ്രവാചകൻ്റെ മോതിരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. അത് പ്രത്യേകം പ്രവാചകൻ്റെ മുദ്രയായിരുന്നു. കത്തുകളും മറ്റും എഴുതുമ്പോൾ അത്തരം മുദ്രകളുണ്ടെങ്കിലേ രാജാക്കന്മാർ അത് സ്വീകരിക്കുകയുള്ളൂ എന്ന അഭിപ്രായപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളതാണ്. പ്രവാചകൻ ചെയ്തതുപോലെ മറ്റാരും ചെയ്യാൻ പാടില്ല. അതല്ലാത്ത രൂപത്തിൽ എഴുതുന്നതിൽ വിരോധമില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനോട് അനാദരവ് കാണിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, നമ്മൾ മോതിരം ധരിക്കുകയാണെങ്കിൽ അത് ഇടത് കൈയിലാണോ അതല്ല വലത് കൈയിലാണോ ധരിക്കേണ്ടത്? നമുക്ക് കാണാൻ സാധിക്കും, ഹദീസുകൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോതിരം ഇടത് കൈയിലും ധരിച്ചിട്ടുണ്ട്, വലത് കൈയിലും ധരിച്ചിട്ടുണ്ട്. കൂടുതലും വലത് കൈയിൽ ധരിച്ചതായിട്ടാണ് റിവായത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും അനുവദനീയമാണ്. എന്നാൽ കൂടുതൽ അഫ്ളൽ വലത് കൈയിൽ ധരിക്കലാണ്. എന്താണ് അതിനുള്ള തെളിവ്? ആ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. അതെല്ലാം ഇവിടെ ഉദ്ധരിക്കുന്നില്ല. എന്നാൽ ആ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ ചില വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കാം. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, വനഖല നവവിയ്യു വഗൈറുഹുൽ ഇജ്മാഅ അലൽ ജവാസി. രണ്ട് കൈകളിലും, അത് വലത് കൈയിലും ഇടത് കൈയിലും മോതിരം ധരിക്കൽ അനുവദനീയമാണ് എന്നതിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ആര്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. സുമ്മ ഖാല വലാ കറാഹത ഫീ. അദ്ദേഹം പറഞ്ഞു, അതിൽ യാതൊരു വെറുക്കപ്പെടേണ്ടുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഇടത് കൈയിൽ മോതിരം ധരിക്കുക എന്നുള്ളത് അതൊരു കറാഹത്തായ കാര്യമൊന്നുമല്ല. ഇൻദ ഷാഫിഇയ്യ, ഷാഫി മദ്ഹബിൽ പ്രത്യേകിച്ചും. വ ഇന്നമൽ ഇഖ്തിലാഫു ഫിൽ അഫ്ളൽ. എന്നാൽ അഫ്ളൽ ഏതാണ് എന്നതിലാണ് അഭിപ്രായ വ്യത്യാസം. വലതാണോ ഇടതാണോ? എന്നാൽ നമുക്കറിയാം, മൊത്തത്തിൽ ഇസ്ലാം വലതിനെ മുന്തിക്കുന്നത് കൊണ്ട് വലത് കൈയിൽ ധരിക്കലാണ് അഫ്ളൽ. എന്നാൽ ഇടത് കൈയിൽ ധരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അത്തംഹീദിൽ രേഖപ്പെടുത്തുന്നതും അപ്രകാരം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, വ അമ്മ തഖത്തും ഫിൽ യമീനി വ ഫിൽ യസാരി ഫഖ്തലഫ ഫീ ദാലിക അൽ ആസാർ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോതിരം വലത് കൈയിൽ ധരിക്കണോ ഇടത് കൈയിൽ ധരിക്കണോ, ആ വിഷയത്തിൽ പ്രവാചകനിൽ നിന്ന് വ്യത്യസ്തങ്ങളായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. വാൻ അസ്ഹാബിഹി, സ്വഹാബികളിൽ നിന്നും അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വദാലിക മഹ്മൂലുൻ ഇൻദ അഹ്ലിൽ ഇൽമി അലൽ ഇബാഹ. അപ്പോൾ അതിൽ നിന്ന് അഹ്ലുൽ ഇൽമിൽപ്പെട്ടവർ മനസ്സിലാക്കിയത് എന്താണ്? രണ്ട് കൈയിലും ധരിക്കാം. എന്നാൽ കൂടുതൽ നല്ലത് വലത് കൈയിൽ ആണ് എന്ന് മാത്രം. ഇത് തന്നെയാണ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വസ്സഹീഹു അന്നഹു സുന്നത്തുൻ ഫിൽ യമീനി വൽ യസാർ. വലതും ഇടതുമൊക്കെ അത് സുന്നത്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഏത് കൈകളിൽ ധരിച്ചാലും വിരോധമില്ല. ആ വിഷയത്തിൽ ആരും തർക്കിക്കേണ്ടതില്ല. കൂടുതൽ അഫ്ളൽ വലത് കൈയിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. ഇനി നമ്മൾ കൈകളിൽ വലത് കൈയിലാണ് ധരിക്കുന്നത് എന്ന് തന്നെ കരുതുക, അല്ലെങ്കിൽ ഇടത് കൈയിൽ. ഏത് വിരലിലാണ് അത് ധരിക്കുന്നത് കൂടുതൽ ഖൈറായിട്ടുള്ളത്? നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ചെറുവിരലിൽ ആയിരുന്നു മോതിരം ധരിച്ചിരുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഒരു ബാബ് തന്നെ കൊടുക്കുന്നത് ബാബുൽ ഖാത്തമി ഫിൽ ഖിൻസരി, ചെറുവിരലിൽ മോതിരം ധരിക്കുന്ന അധ്യായമെന്നാണ്. അവിടെ അനസ് റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പറയുന്നുണ്ട്,
അദ്ദേഹം പറയുന്നു, ഫഇന്നീ ലഅറാ ബരീഖഹു ഫീ ഖിൻസരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുവിരലിൽ ആ മോതിരത്തിൻ്റെ തിളക്കം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുവിരലിലാണ് മോതിരം ധരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ നല്ലത്, സുന്നത്ത്, അത് ചെറുവിരലിൽ മോതിരം ധരിക്കലാണ്. എന്നാൽ ഏതെങ്കിലും വിരലുകളിൽ മോതിരം ധരിക്കുന്നതിന് വല്ല വിലക്കും വന്നിട്ടുണ്ടോ? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അതഖത്തമ ഫീ ഇസ്ബഇ ഹാദിഹി ഫഔമഅ ഇലൽ വുസ്താ വല്ലതി തലീഹ. അലി റളിയല്ലാഹു തആല അൻ തൻ്റെ 2 വിരലുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മധ്യവിരലും അതിൻ്റെ തൊട്ടടുത്തുള്ള ചൂണ്ടുവിരലും, ഈ 2 വിരലുകളിൽ മോതിരം ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് വിലക്കുകയുണ്ടായി. അപ്പോൾ മധ്യവിരലിലും ചൂണ്ടുവിരലിലും മോതിരം ധരിക്കാതിരിക്കുക. ഈ വിലക്ക് സ്ത്രീകൾക്ക് ബാധകമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. സ്ത്രീകൾക്ക് ഏത് വിരലുകളിലും മോതിരം ധരിക്കാവുന്നതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൻ്റെ ഷറഹിൽ അദ്ദേഹം പറയുന്നുണ്ട്, വ അജ്മഅ അൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട്, അഥവാ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്, അല അന്ന സുന്നത ജഅലു ഖാതമിർ റജുലി ഫിൽ ഖിൻസരി വ അമ്മൽ മർഅതു ഫഇന്നഹാ തത്തഖിദു ഖവാതീമ ഫി അസാബി. പുരുഷന്മാരാണെങ്കിൽ മോതിരം ചെറുവിരലിൽ ധരിക്കട്ടെ, സ്ത്രീകളാണെങ്കിൽ ഏത് വിരലിലും അവൾക്ക് മോതിരം ധരിക്കാവുന്നതാണ്. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിലക്ക് വന്നിട്ടുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ്. മധ്യവിരലിലും ചൂണ്ടുവിരലിലും മോതിരം ധരിക്കാതിരിക്കുക. എന്നാൽ ഇത് ഹറാമിൻ്റെ ഒരു വിലക്കല്ല, മറിച്ച് കറാഹത്തിൻ്റെതാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ധരിച്ചാൽ ഒരു ഹറാമ് ചെയ്തില്ല, പക്ഷേ അത് നല്ലതല്ല. മറിച്ച് അവർ ചെറുവിരലിൽ ആണ് മോതിരം ധരിക്കേണ്ടത്. അതിൻ്റെ തൊട്ടടുത്തുള്ള വിരലിലും മോതിരം ധരിക്കാവുന്നതാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ള വിരലിലും മോതിരം ധരിക്കാവുന്നതാണ്. എന്നാൽ മധ്യവിരലും ചൂണ്ടുവിരലും ഒഴിവാക്കലാണ് കൂടുതൽ ഖൈർ എന്നാണ് തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മോതിരം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.